എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. ഈ ആഴ്ച ഞാൻ വന്നിട്ടുള്ളത് ഒരു ചാട്ട് മസാല പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയത്. ഇത് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം അതിന് ഞാൻ ആദ്യം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാകുന്നുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് ജീരകം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണേ വർക്കാവും. കാരണം ജീരകത്തിന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇടാവും. മാക്സിമം ഞാനിപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. അപ്പം അത് കണ്ടോ, പെട്ടെന്ന് ചൂടായി. അപ്പം മല്ലി ഒന്ന് പൊടിഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്ത് അത് ഇറക്കി മാറ്റി വെക്കാം, അതൊന്ന് തണിയട്ടെ. അപ്പോഴത്തേക്ക് ഈ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് ഒരു 2 ഇഞ്ച് കഷ്ണം ചുക്ക് പൊട്ടുന്ന വിധത്തിലെല്ലാം മാക്സിമം പൊട്ടുന്ന പോലെ പൊട്ടിച്ചെടുത്തിട്ട് എനിക്ക് ഒരു 5 കഷ്ണമായിട്ട് പൊട്ടി കിട്ടിയിട്ടുണ്ട്. കാരണം അതെല്ലാ ഭാഗവും ഒന്ന് പെട്ടെന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊട്ടിച്ചിടുന്നത്. അപ്പോൾ അത് ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് 2 കാശ്മീരി ചില്ലിയാണ്. പിങ്ങക്ക് സാധാരണ മുളകാണ് ഉള്ളതെങ്കിൽ ഒറ്റൊന്ന് ചേർത്താൽ മതി കേട്ടോ, അപ്പോൾ എരിവ് കണക്കായിരിക്കും. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മാങ്ങ, ഉണങ്ങിയ മാങ്ങ. അതായത് നമ്മളെ വീട്ടിൽ സാധാരണ ഉണക്കി വെച്ച കറിയിലിടുന്ന മാങ്ങ തന്നെ. അതും കൂടി ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഇത് എൻ്റെ അടുത്തുള്ളത് നമ്മൾ ഉണക്കിയ പാടാകുമ്പോൾ നല്ലോണം ഇങ്ങനെ കയ്യിലിട്ടാൽ പൊട്ടൂല. അങ്ങനെ ഉണ്ടെങ്കിൽ വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ പൊട്ടൂല, അതുകൊണ്ട് മിക്സിയിലിട്ട് അങ്ങനെ ചളിവിളിക്കുന്നായി പോണ്ടാന്ന് വെച്ചിട്ട് ഞാനൊന്ന് വറുത്തത്. പിന്നെ ഞാനൊരു കഷ്ണം ജാതിപത്രിയും ഒരു 7 ഗ്രാമ്പൂവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എല്ലാം കൂടി നല്ലോണം ഒന്ന് വറുത്ത് എടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് ഇനി കഴിയുന്നതും ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. അപ്പോൾ അത് നല്ലോണം ഒന്ന് എല്ലാം കൂടി നല്ലോണം ഒന്ന് കിളികിലാന്നായി വരട്ടെ. ഇനി ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അത് ശരിയായി, അത് മാറ്റി വെച്ച്. ഇനി ഈ ചീനച്ചട്ടിയിലേക്ക് 1 കൈപ്പിടി പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിന നിഴലിൽ വെച്ച് ഉണങ്ങിയത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വറുത്തെടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എടുത്തത്. അപ്പം അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. വറുക്കുമ്പം വളരെ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലേ സ്റ്റൗ ഉണ്ടാവാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആ ചൂട് തന്നെ വറുത്തെടുത്താലും മതി. അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കത് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പെരുങ്കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബ്ലാക്ക് സോൾട്ട് ഓപ്ഷനല്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്തോളി, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൂടി ഒന്നൊരു ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റാട്ടോ, നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് ഒരു 6 മാസം വരെയെല്ലാം സൂക്ഷിക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു.